കരമുയർത്തി എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. വീണ്ടും ഒരു ആരാധന നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. കർത്താവിൻ്റെ ദാസനായ ദാസിക്കായി തന്നോടൊപ്പം നിൽക്കുന്ന സഹശുശ്രൂഷകന്മാർ, സഭ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുകയാണ്. ചിരിച്ച മുഖത്തോടെ എല്ലാവരും രാമയും പറഞ്ഞു. കർത്താവിൻ്റെ വലിയ കൃപകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 14-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. യെശയ്യാവിൻ്റെ എല്ലാ കണ്ണുകളും നമുക്ക് ദൈവസന്നിധി അടയ്ക്കാൻ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ബൈബിളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ, അധരങ്ങൾ മാത്രം ചില മിനിറ്റുകൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. എല്ലാ പുകഴ്ചകൾക്കും എല്ലാ ആരാധനകൾക്കും സകലത്തിനും യോഗ്യനായ കർത്താവ് ദൂതന്മാരുടെ അകമ്പടിയോടെ ഇന്നു പകൽ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. ആത്മാവിൽ അത് തിരിച്ചറിയുന്ന എല്ലാ തരവും 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ആരും മൗനമായിരിക്കരുത്. എല്ലാ തരവും തുറന്നാട്ടെ. ശബ്ദമുയർത്തി 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 അടുത്തിരിക്കുന്ന വ്യക്തികളെ നോക്കാതെ കർത്താവിനുള്ള ആരാധന അത് വ്യക്തിപരമാണ് എന്ന ഹൃദയ വാഞ്ചയോടെ, ഹൃദയത്തിൽ നിന്ന്, വായിൽ നിന്നല്ല ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഇന്നു പകൽ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്ന പകലാകട്ടെ. അതരം തുറന്ന അന്യഭാഷകളിൽ ഒരു വാക്കിന്റെ പ്രേരണയുടെ പുറത്തല്ല, ഹൃദയം തുറന്ന് ഹൃദയം തുറന്ന് പിശാച് നാളുകൾ കൊണ്ട് ഒരുക്കി വെച്ച ചിലത് കൂടളകി പോന്നത് പോലെ ഇന്നു പകൽ ആത്മാവ് അഴിച്ചു കളയുന്നല്ലോ. എന്നോട് ദൈവം അങ്ങനെ തന്നെ. ഇന്ന് ഏതോ കൂടാരത്തിന്റെ മുകളിൽ, സഭയുടെ മുകളിൽ ഈ വാക്ക് അതുപോലെ സംഭവിക്കുകയാണ്. പിശാച് നാളുകൾ കൊണ്ട് മെനഞ്ഞ അവന്റെ തന്ത്രങ്ങളെ ഒരു പക്ഷിയുടെ കൂടളകി പോന്നത് പോലെ ഇന്നു പകൽ സ്വർഗം അഴിച്ചുകളെ. അടുത്ത 2 മണിക്കൂറുകൾക്കകത്ത് അത് സംഭവിച്ചിരിക്കുമെന്ന്, ചില വീട്ടുകളിൽ അത് സംഭവിച്ചിരിക്കുമെന്ന്. അനർത്ഥങ്ങൾ വഴിമാറി. അവന്റെ സ്വപ്നങ്ങൾ തകരുന്നു, അവന്റെ സ്വപ്നങ്ങൾ തകരുന്നു, പൈശാചിക സ്വപ്നങ്ങൾ തകരുന്നു, ദൈവിക ദൂതുകൾ നിവർത്തിയാകുന്നു. ദൈവ ശബ്ദങ്ങൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് ദൂതാണ്, ഇതൊരു പ്രവചനമാണ്. സ്കൂളുകളിലേക്ക് പോലും പോകാൻ കഴിയാതെ മുന്നും പിന്നും അടച്ച് ഞെരുക്കി വെച്ചിരിക്കുന്ന ചിലത് ഇന്ന് ചില തലമുറകളിൽ നിന്ന് ആത്മാവ് അഴിക്കാൻ പോകുകയാണ്. തലമുറകളുടെ വിദ്യാഭ്യാസങ്ങള് ഈ സഭയുടെ മുകളിൽ പുതിയ മാന്തിൽ തുറക്കുകയാണ്, പുതിയ പുതപ്പ് വീഴുകയാണ്. എഡ്യൂക്കേഷന്റെ ഒരു അഭിഷേകം, വിദ്യാഭ്യാസത്തിന്റെ ഒരഭിഷേകം. എല്ലാ തലമുറകളുടെ മീതെയും ഇന്നു പകലത് സംഭവിക്കട്ടെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മുകളിലും അത് അതുപോലെ വെളിപ്പെട്ടു വരട്ടെ. ചൊവ്വാഴ്ച പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന തലമുറകളുടെ വിദ്യാഭ്യാസത്തിന്റെ മുകളിൽ അസാധാരണ ജ്ഞാനം, അസാധാരണ വഴിത്തിരിവുകൾ, അസാധാരണമായ ദൈവം
വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കു പറഞ്ഞാൽ മാറാത്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നാൾ തോറും അങ്ങ് ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾ ഹൃദയം തുറന്ന് അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇന്നലെയും ഇന്നും നാളെയും നന്നായി അറിയുന്ന തമ്പുരാനെ, ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരികയാണ്. വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനത്തോളം അങ്ങയുടെ കരുതലും അങ്ങയുടെ കൃപയും അങ്ങയുടെ വിശ്വസ്തതയും താങ്ങായി തണലായി കർത്താവ് ഒരു കൊട വിരിച്ച് സൂക്ഷിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ച് അങ്ങയുടെ എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ് 2025 ഞങ്ങൾ വിശ്വാസത്താൽ വലിയ ജയങ്ങളെ കണ്ടു കയറുകയാണ്. കർത്താവ് അസാധാരണമായി ഞങ്ങളുടെ മേൽ ചലിക്കപ്പെടുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. കരമടിച്ച് രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശുവിന് മഹത്വം കൈമാറിയ ഇന്ന് പകൽ ആത്മതലത്തിൽ നിന്നുകൊണ്ടൊരു ദൂത് നിങ്ങളോട് ആത്മാവിൽ ഞാൻ പ്രാരംഭത്തിൽ പറയാം. ഭയങ്കരമായി നിങ്ങൾ ഫ്രഷ് ആകാൻ പോവാണ്. ഭയങ്കരമായി നിങ്ങൾ ഫ്രീ ആകാൻ പോവാണ്. എത്ര പേര് ആമേൻ പറയും? എന്നെ കൊണ്ട് പറഞ്ഞ് നിങ്ങൾ ആമേൻ പറയിക്കരുത്. ആമേൻ. ഏലി പുരോഹിതൻ്റെ കണ്ണ് മങ്ങി തുടങ്ങി. പ്രവചനങ്ങളില്ല, വചനമില്ല, ദൈവസാന്നിധ്യമില്ല. ഏലിക്ക് ശേഷം തൻ്റെ മക്കൾ അതുമായി എഴുന്നേൽക്കുമെന്നാണ് അവൻ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഒരു പ്രതീക്ഷയില്ല. കൂടാരത്തിൻ്റെ അകത്തുനിന്ന് ശൗമേൽ കയറി വന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ദൂതിനോട് ചേർന്ന് രാമയം പറയാൻ പറ്റും? ഒരു പ്രതീക്ഷയും കൽപ്പിച്ചിട്ടില്ലാത്ത നിന്റെ വീട്ടിൽ നിന്ന് അടുത്ത മഹത്വത്തെ തിരിക്കുന്ന ഒരു ജനറേഷനുമായി ആത്മാവ് എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ പ്രതീക്ഷ മങ്ങിപ്പോയ ആരോടോ ഇന്നു പകൽ ദൈവം പ്രവചിക്കുകയാണ്. നിന്റെ വീട്ടിൽ നിന്ന്, നിന്റെ സഭയിൽ നിന്ന് അടുത്ത ചില തിരിവുകൾ ദൈവത്താൽ. ഹല്ലേലൂയ. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അടുത്തൊരു ജനറേഷൻ ഇനിയും പൊങ്ങുന്നത് ഏലിയുടെ വീട്ടിൽ നിന്നാണ്. സാത്താനിക ശക്തിയും അതുപോലെ തന്നെയാണ് വിശ്വസിച്ചത്. അതുകൊണ്ടാണ് ഏലിയുടെ തലമുറകളെ സാത്താൻ പാപത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത്. സാത്താൻ ആ തലമുറയെ ഫോക്കസ് ചെയ്യുമ്പോൾ ദൈവം ഫോക്കസ് ചെയ്തത് ഒരു പ്രാർത്ഥിക്കുന്ന ഹന്നയായിരുന്നു. ഇന്ന് പകൽ എത്ര പേർക്ക് ഈ ദൂതിനോട് ചേർന്ന് ആമേൻ ആമേൻ പറയാൻ പറ്റൂ? എനിക്കറിയത്തില്ല, ഇതൊരു പ്രവചനമാണ്. റാന്നിയിലെ പട്ടണത്തിൽ ദൈവം നിന്നെ ഫോക്കസ് ചെയ്യുന്നു. എന്തോ അടുത്ത ചില ദൈവീക എന്തോ ഈ പ്രാർത്ഥനകൾ ചിലതിന്റെ മുകളിൽ അസാധാരണത്വം വിടാതെ 2 മിനിറ്റുകൾ ആ ദൂതിനോടൊന്ന് പ്രതികരിച്ച്, ഇത് നിന്റെ പകലാണ്, ഈ വചനം നിന്റെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ശീമോൻ പത്രോസ് പറഞ്ഞ, നാഥാ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും എന്ന പദത്തിന് നിങ്ങൾ ഹൃദയത്തിൽ അടിവരയിടണം. എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ ഇറക്കാം. എങ്കിലും എനിക്കറിയാം സാഹചര്യം മാറി, സാധ്യത പോയി, സമയം പോയി. ആമേൻ. പത്രോസേ, നിന്റെ കണ്ണിലാണ് സാഹചര്യം മാറിയത്, നിന്റെ കണ്ണിലാണ് സമയം മാറിയത്, നിന്റെ കണ്ണിലാണ് അന്തരീക്ഷം മാറിയത്. പക്ഷെ എൻ്റെ സമയം വരുന്നതേ ഉള്ളൂ. ഇതാണ് ഈ സഭയോടുള്ള പ്രവചനം. നിന്റെ സമയം നീ പറഞ്ഞു സമയം പോയി, നീ പറഞ്ഞു കാലം മാറി, നീ പറഞ്ഞു അന്തരീക്ഷം മാറി. പക്ഷെ വചനം പറയുകയാണ് നിന്റെ സമയം വരുന്നതേ ഉള്ളൂ. വിശ്വസിക്കും. ാരമാന വൈഡമാർത്ഥ രാജവേദമാന. സമയം തെറ്റി എന്നൊക്കെ ഇവിടുത്തെ പിശാച് നമ്മളോട് പറഞ്ഞേ. സമയം കഴിഞ്ഞുപോയി, പ്രായം അതിക്രമിച്ചു, ഇതൊക്കെ ഇവിടുത്തെ പിശാച് പറഞ്ഞേ. പക്ഷെ ബൈബിള് പറയുകയാണ് ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അതിനൊരു സമയമുണ്ട്, അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നു പകൽ വിളിച്ചു പറ, ഞാൻ കേട്ടത് മുഴുവൻ നിന്റെ ടൈം ഇന്നിവിടെ തുറക്കുകയാണ്. നിന്റെ സഭയുടെ, ശുശ്രൂഷയുടെ, ജോലിയുടെ, ഭാവിയുടെ എല്ലാ ടൈം സോണുകളും
തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു. ചിലതിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ ഇതിനകത്ത് അഭിഷേകം. ഹല്ലേലൂയ. ഇന്ന് തൊട്ട് തുടങ്ങുന്ന ഈ പ്രാർത്ഥനയിൽ എന്തോ വലിയ മാറ്റങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക. നമ്മൾ പറഞ്ഞു സമയം, നമ്മൾ പറഞ്ഞു പ്രായം, നമ്മൾ പറഞ്ഞു അന്തരീക്ഷം. കർത്താവ് പറയാം, അന്തരീക്ഷം ഒന്നും പോയിട്ടില്ല. നിന്റെ ടൈം ഷെഡ്യൂൾ ഓപ്പൺ ആകുന്നതേ ഉള്ളൂ. നീ ഇതുവരെ കണ്ടത് നിന്നെ ഉപയോഗിക്കാൻ പോകുന്ന ചെറിയ ചെറിയ ദൈവിക ചലനങ്ങളാണ്. ഇനിയാണ് നിന്റെ മുകളിൽ അവന്റെ പൂർണ്ണത വെളിപ്പെട്ടു വരാൻ. അതിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, സഭയിൽ, ശുശ്രൂഷയ്ക്ക് ഒതുങ്ങരുത്. ഇതുകൊണ്ട് ഒതുങ്ങരുത്. ഇതല്ല. ഞാൻ എന്തേലും പറഞ്ഞ് 2 കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല. എൻ്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നീ ഇതുവരെ കണ്ടതല്ല. നിന്റെ ടൈം വരാൻ പോകുന്നതേ ഉള്ളൂ. വലക്കകത്തു പെരുത്ത മീൻ കൂട്ടം. വേദി അർത്ഥരാജ വൈഡമാന ജാലധാര അർത്ഥജാല വൈഡമാന ജാലധാര അന്തരാജ വൈഡമാന ജാല വേദമാന ആരമാന ഘട്ടജാല പ്രവർത്തനം. ഹല്ലേലൂയ. ഈ കടലിന്റെ നടുക്കൊക്കെ ആണെങ്കിൽ സമയത്ത് ഇട്ടാലും മീൻ കിട്ടാൻ ചെറിയൊരു സാധ്യതയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ കടലിനോട് ചേർന്ന് കിട്ടാൻ ഇച്ചിരി പാടാ. നിന്റെ ടൈം ആയാൽ, നീ എവിടെ വല ഇറക്കിയാൽ, ദൂത് മനസ്സിലായവർക്കായി, നിന്റെ ടൈം ആയാൽ നീ എവിടെ വല ഇറക്കിയാലും ആ വല തിരിച്ചു കയറ്റുമ്പോൾ അതിൻ്റെ അകത്തൊരു പരിപ്പം വിശ്വസിക്കുന്നവർ മാത്രം. ഹല്ലേലൂയ. ഏലിയാണ് അവസാനത്തെ ആള് എന്നാണ് ആര് വിചാരിച്ചേ? സാത്താൻ വിചാരിച്ച്. സാത്താൻ മണ്ടനാന്ന് നമുക്കറിയാം. പക്ഷെ ഇത്രയും മണ്ടനാന്ന് നിങ്ങൾക്ക് സാത്താൻ ഇഷ്ടമല്ലോ? എനിക്കിഷ്ടമല്ല. ഞങ്ങളുടെ കുടുംബത്തോട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു പുള്ളി അതേകേ ഉള്ളു. അവൻ മണ്ടനാന്നറിയാം, പക്ഷെ ഇത്രയും മണ്ടനാന്നറിയാം. അവൻ്റെ സൈന്യം മുഴുവൻ നോക്കിയത് ഏലിയിലെ പിള്ളേരുടെ. അവന്മാരെ പൊക്കരുത്, അവന്മാര് പൊങ്ങിയ വിഷയമാണ്. അവന്മാർ ആലയത്തിൽ കയറാതെ കറങ്ങി നടക്കുമ്പോഴാ കുഞ്ഞുങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞ് പെനിനെ ഒരുത്തിയെ വേദനിപ്പിച്ച് ആലയത്തിലോട്ട് കയറ്റിയേ. ഒരു വേദന നിനക്കൊണ്ടായി നീ കയറുന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന ഒരു പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്ങുമായിട്ടായിരിക്കും. എന്തോ അങ്ങനെ ചിലത് വീഴുകയാണ്. നിന്നെ ഒരു പ്രവാചകനായി ദേശങ്ങൾ പട്ടണങ്ങൾ അറിയുന്ന ഒരു മാന്തിൽ വീഴുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നോട് ഉഴപ്പിയിരിക്കില്ല, എല്ലാവരും ഉഴപ്പിയിരിക്കരുത്. എന്നും കൂടെ നിങ്ങളെല്ലാവരും വരണം. ആമേൻ. ഏലി വിചാരിച്ചത് ഇവിടം കൊണ്ട് തീർന്നു. സാത്താൻ വിചാരിച്ച് ഇവിടം കൊണ്ട് അവസാനിച്ചു. എല്ലാവരും പറഞ്ഞു വചനം പോയി, ദുർലഭമായി. ആമേൻ. ദൈവ സാന്നിധ്യമില്ല, ഇനിയും ദൈവ ശബ്ദങ്ങളില്ല. അപ്പോഴാണ് ആമേൻ സ്വന്തം വീടിൻ്റെ അകത്ത് ഒരാൾ ആമേൻ മറ്റൊരാളെ കുത്തി ആമേൻ ആലയത്തിൻ്റെ അകത്തോട്ട് കയറ്റുന്നേ. അവക്കറിയത്തില്ല ഇവളെ കയറ്റുന്നത് എന്തിനാണെന്ന്. പുറത്തു വന്നത് ആമേൻ ഇസ്രായേലിനെ തിരിക്കുന്ന രാജാക്കന്മാരെ അഭിഷേകം. അന്നെ നീ എന്തിനാ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ നിലവിളിക്കുന്നത്? അന്നെ പെനിന്നയുടെ വാക്കി നീ എന്തിനാ പൊട്ടിക്കരയുന്നേ? അവൾ പറയും, ഒരു തലമുറയില്ല, ദൈവത്തിന്റെ വാക്ക് സമയം മാറിയിട്ടില്ല, നിന്റെ സമയം വരുന്നത്.
വിടാതെ പിടിക്ക്, വിടാതെ പിടിക്കതിന്, വിടാതെ പിടിക്ക്. നിന്റെ ടൈം ഷെഡ്യൂളുകൾ തിരിയട്ടെ. നിന്റെ ആത്മ മനുഷ്യൻ ആ ദൂതുമായി കണക്ട് ആകട്ടെ. ഹാരമാന ജാല വേദമർത്ഥ ജാല വൈഡമാന. ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. ഒരു വിഷയത്തിൻ്റെ അകത്ത് ചങ്കു പൊട്ടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നമ്മളെ കൊണ്ടു നിർത്തുന്നത് തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലായിരിക്കും. ഒരു ഭയങ്കര എൻകൗണ്ടർ നിന്റെ മേൽ സംഭവിച്ചിരിക്കും. ദൈവവും നീയും മുഖാമുഖം, ദൈവവും നീയും മുഖാമുഖം, ദൈവവും നീയും മുഖാമുഖം. എങ്ങനെ കാണുന്ന ദൈവവും നീയും? ദാനിയേൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥന ആരങ്ങ് വാഴുന്നു, പക്ഷെ മറുപടിയില്ല. ഭയങ്കര വിഷാദത്തിൻ്റെ അകത്തോട്ട് ദാനിയേൽ പോവുക, ഭയങ്കര വേദനയ്ക്കകത്തോട്ട് ദാനിയേൽ പോവുക, വലിയ ഒറ്റപ്പെടലിൻ്റെ അകത്തോട്ട് ദാനിയേൽ പോകുക. ആ അധ്യായത്തിൻ്റെ അകത്ത് വിറച്ച് താഴെ പോയി, പട്ടിണി കിടന്നിട്ടല്ല, സർവശക്തനായ ദൈവം മുഴുബലത്തോടെ അവൻ്റെ അടുക്ക ഇറങ്ങി വന്നു. ആ ഒറ്റ കണ്ടുമുട്ടൽ പിന്നെ അവൻ സ്വപ്നം വ്യാഖ്യാനിക്കുകയല്ലായിരുന്നു, വരാൻ പോകുന്ന കാലഘട്ടത്തെ ആത്മാവിൽ കാണുകയായിരുന്നു. ഇന്നു പകൽ എന്നോട് ആത്മാവ് അങ്ങനെ പറയുന്നു, ദൈവത്തോട് മുഖാമുഖം. ദൈവത്തോട് മുഖാമുഖം. ആമേൻ, ആമേൻ. ഏലിയുടെ അടുക്ക ചെന്നാൽ ഏലി പ്രാർത്ഥിച്ചൊരു ദൂത് പറയത്തില്ലേ? പറയും. അവൾക്ക് ആ ദൈവ ശബ്ദം കൊണ്ട് തൃപ്തിയടങ്ങാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഇത് ദൂതിൻ്റെ ആഴം കിട്ടിയോ? ആമേൻ. രാജാവ് കണ്ടും മറന്നുപോയ സ്വപ്നം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. രാജാവ് കണ്ടും മറന്നുപോയ സ്വപ്നം പ്രാർത്ഥിച്ച് സ്വപ്നത്തെ കണ്ട് അത് രാജാവിനോട് പറഞ്ഞു വ്യാഖ്യാനിച്ചൊരു ആത്മതലം. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? രാജാവ് സ്വപ്നം കണ്ടു, പക്ഷെ മറന്നുപോയി. ഒരു ചെറിയ ഹിന്റ് പോലും പറയാൻ രാജാവിനില്ല. ഞാൻ കണ്ടത് ഇങ്ങനെ എന്തോ ആണ് എന്ന് പറയാൻ രാജാവിന് ഇല്ല. ആ ഒരു കാര്യത്തെയാണ് പ്രാർത്ഥിച്ചു ഉറങ്ങി. നമ്മുടെ ഉറക്കം പോലെ അല്ലായിരുന്നു ദാവീദിന്റെ ഉറക്കം. നമ്മൾ ഉറങ്ങും പാമ്പും പട്ടിയും പഴുതാരും മാത്രമേ യേശുവിൻ്റെ നാമത്തിൽ. നമ്മുടെ ഉറക്കമല്ലായിരുന്നു ദാനിയേലിന്റെ ഉറക്കം. ദാനിയേൽ ഉറങ്ങി എങ്ങനെ? പ്രാർത്ഥിച്ചുറങ്ങുന്നവർക്കായി സ്തോത്രം. രക്തത്താൽ ചെയ്യാം. പ്രാർത്ഥിച്ച് കർത്താവേ നീയല്ലേ അറിയുന്നു, ഞാനിതാ മറിയുന്നു എന്ന് പണ്ടൊരാൾ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാത്തവർക്കായി സ്തോത്രം. ദാനിയേൽ എങ്ങനെ ഉറങ്ങി? പ്രാർത്ഥിച്ചു. ദാനിയേൽ എന്തിനു നീ ഇപ്പോൾ ഉറങ്ങിയേ? അവനെ പ്രാർത്ഥിച്ചു. റിസൾട്ട് ഉറക്കത്തില്ല. ദൂത് കിട്ടിയവർക്കായി സ്തോത്രം. ഉറക്കം വന്നിട്ട് ഉറങ്ങിയതല്ലടാ, പിന്നെയോ റിസൾട്ട് ഉറക്കത്തില്ല. ആ ആത്മകല ഇന്ന് പ്രാപിക്കണം. എവിടെ ചലിക്കും, ഏതു മിനിറ്റിൽ, ഏത് സെക്കൻഡിൽ പ്രാർത്ഥിച്ചോട്ടോ. വിടുതല വേഗത്തിൽ ചില മറുപടികൾ. ആമേൻ. നമ്മൾ നല്ല കുഴിമന്തി അൽഫാമും അടിച്ചിട്ട് ഒറ്റ ഉറക്കം. ആ ഉറക്കമല്ല. ഉറങ്ങുമ്പോൾ നമ്മൾ കാണുന്നു നല്ല കുഴിമന്തി കട. ആമേൻ. ദാനിയേൽ ഉറക്കം അതല്ല. പ്രാർത്ഥിച്ചു, ഉറങ്ങി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ദാനിയേൽ കുളിച്ചൊരുങ്ങി വേഗം പോവാ. ബ്രേക്ക്ഫാസ്റ്റ്. നോ, എനിക്ക് രാജാവിനെ ഒന്ന് കാണണം. രാജാവിന്റെ മുമ്പിൽ ചെന്നിട്ട് അവൻ തലയെടുപ്പോട് പറയും, രാജാവേ കണ്ട സ്വപ്നം ഇതാണ്. രാജാവിന്, എന്റെ ഭാഷ പറഞ്ഞാൽ രാജാവിന്റെ കിളി പറന്നുപോയി. ഇന്ന് ദൈവവും നീയും മുഖാമുഖം കണ്ടാൽ ചില രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കും. Thank you, Jesus.
ഇന്ന് തൊട്ട് ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് തൊട്ട് ഉറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 3 ദിവസത്തിൻ്റെ അകത്ത് നീ കാണും സ്വർഗതലങ്ങൾ. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ കൊല്ലം ഈ വർഷം മുംബൈയിലായിരുന്നു. ആ ടൈമിൽ കണ്ടിന്യൂസ് മീറ്റിംഗ്, ഇരിക്കാൻ പോലും ഉറങ്ങാൻ പോലും നല്ല സമയം കിട്ടാത്ത പോലെ ഒത്തിരി എടുത്ത്. ഇപ്പം എപ്പോഴും നമുക്ക് വേറെ ഒരു കാര്യമായിട്ട് നമുക്ക് ബന്ധമില്ല ലോകത്തിൽ, അല്ലെങ്കിൽ ഫോണുമായിട്ടൊന്നും. ഞാൻ വരും, പ്രാർത്ഥിക്കും, ഉറങ്ങും. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കണം. പിറ്റേ ദിവസം നടക്കുന്നത് എന്നാന്ന് തലേ ദിവസം ഞാൻ കാണാൻ തുടങ്ങി. ഇന്ന് പകൽ എല്ലാവരോടും ഒന്നും ഞാൻ പറയത്തില്ല, ചിലതിൻ്റെ മുകളിൽ ശൗമേലിൻ്റെ മേൽ ഇത് വ്യാപരിച്ചിരുന്നു. ശൗമേലെ, നാളെ ശൗൽ നിന്റെ അടുത്ത് വരും. അവൻ വരുന്നത് കഴുതയെ നഷ്ടപ്പെട്ടിട്ടാണ്. നീ അവനെ പിടിച്ചിരുത്തണം. അവൻ്റെ മേൽ അഭിഷേകം. ആ നിലകളിൽ അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിന്റെ ആത്മതലത്തിൽ fire. ഹല്ലേലൂയ. ഹന്നയ്ക്ക് ഒരു ദൂത് കൊണ്ട് ഒതുങ്ങാൻ ഹന്ന തയ്യാറായില്ല. ഹന്നയ്ക്ക് ഇപ്പം വേണ്ട പ്രവചനമല്ല, വിടുതലാണ്. യഥാർത്ഥ ദൈവശബ്ദമാണ്. എന്നോട് ആത്മാവ് നിങ്ങളോട് പറയാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് പ്രവചനമല്ല, വിടുതലാണ്. ദൈവം അത് ചെയ്യാൻ പോവാ. ഈ വചനവും ദൂതും ഒരുമിച്ച് ചലിക്കുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ്, ഇന്ന് രാത്രി കഴിയുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ആശ്വാസത്തിൻ്റെ വാക്കല്ല, ഒരു പ്രവചനമല്ല, ഒരു വിടുതലാണ്. ഇന്ന് പകൽ ഈ വചനം ഇവിടെ ചലിച്ചിട്ടുണ്ടെങ്കിൽ വചനത്തിന് ബന്ധനമില്ല. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ പ്രവൃത്തി ചെയ്ത് അയച്ചവനിലേക്ക് മടങ്ങി വരുന്നത് പോലെ അതിൻ്റെ പ്രവൃത്തി ചില കൂടാരത്തിൻ്റെ അകത്ത്. ആമേൻ. ഞാനിന്ന് ഈ പ്രസംഗിക്കുമ്പോൾ ഞാനൊരു ഫെയ്ത്തിനകത്താണ് നിൽക്കുന്നത്. അടുത്ത 2 മണിക്കുള്ളിൽ ഒരു ചലനം എൻ്റെ മേൽ വെളിപ്പെട്ടിരിക്കും. ആ നല്ല ഉറപ്പിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഈ പരിമിതികൾ, ഉഴപ്പം വിശ്വാസമൊക്കെ മാറ്റുക. നമ്മളിനി ആരെ പേടിക്കണം? ഇത്രയും നാൾ ഞാൻ കുറേ ആൾക്കാരെ പേടിച്ചാണ് ജീവിച്ചത്. ദൈവമേ, ഒരു ഇങ്ങനെ പ്രസംഗിച്ച് അവർ നമ്മളെ, പിന്നെ ദൈവം എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ബൈബിളിനകത്തുള്ളതല്ലേ നീ പ്രസംഗിക്കുന്നേ, അല്ലാത്ത എന്തേലും പറഞ്ഞ് നീ അവരെ പേടിച്ചു. ഇവിടെ നിന്നെ ആക്കി വെച്ചത് ഞാൻ, അതുകൊണ്ട് നമ്മൾ ആ പേടിയൊക്കെ അങ്ങ് മാറ്റി. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് പരിമിതികളില്ലെങ്കിൽ, ആ ദൈവം നിന്നിൽ വസിക്കുന്നെങ്കിൽ നിനക്കും പരിമിതികളില്ല. നമ്മൾ ദൈവത്തെ പരിമിതപ്പെടുത്തി കാണുക. എനിക്കിത് കിട്ടുമോ, കിട്ടാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഞാനിതിനെ ശാസിച്ച്, ദൈവത്തെ നമ്മൾ ഇതിനകത്ത് ആരോ പറയും ദൈവം അവർക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, ദൈവം ഇവർക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. അതാണ് നിൻ്റെ ഏറ്റവും വലിയ പരാജയം. ഇന്ന് പകൽ തൊട്ട് പരിമിതിയില്ലാതെ നിങ്ങളിത് ഈ ആഴ്ച കണ്ടിരിക്കും. എനിക്ക് നല്ല ഉറപ്പാണ്. ആമേൻ. ഹന്നയ്ക്കൊരു ചെറിയ പ്രവചനമല്ല വേണ്ടേ, ഹന്നയ്ക്കൊരു വിടുതലാണ്. അതിനവൾ കണ്ടെത്തിയ മാർഗം പ്രവാചകന്റെ സ്ഥലമല്ല, ആലയമാണ്. അവൾക്ക് അവളുടെ വീട്ടിൽ വേണേ പായിട്ടിരുന്ന് പ്രാർത്ഥിക്കത്തില്ലേ? ആമേൻ.
കെരൂബുകൾ മുഖത്തോടും മുഖം നോക്കി അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ആ ഷെക്കേനെ ഉള്ള സ്ഥലത്തോട്ട് ഇവളി വേദനയായിട്ട് ഓടിക്കേറുക. ദൈവത്തിൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണെങ്കിൽ ഇന്നത്തെ ആരാധനയ്ക്കകത്ത് വർഷങ്ങളെ കൊണ്ട് കെട്ടപ്പെട്ടുപോയ ചില വിഷയത്തിൻ്റെ കെട്ടുപൊട്ടിച്ച് ചില മറുപടികളെ നമ്മുടെ ചിന്തയിൽ 10 ദിവസം എടുത്ത് ചെയ്യേണ്ട കാര്യം ദൈവത്തിൻ്റെ ചിന്തയിൽ 2 ദിവസം മതി. ഇന്ന് ആ 2 ദിവസം ഈ ദിവസം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് 10 ദിവസം കഴിഞ്ഞാലേ എൻ്റെ കയ്യിൽ ഇത്രയും പൈസ വരത്തുള്ളൂ. ദൈവത്തിന് അത് കൊണ്ടുതരാൻ 2 ഇവിടെ ഉണ്ടോ എല്ലാവരും? ആമേ ആമേ. എൻ്റെ പെങ്ങളുടെ കല്യാണം വീട്ടുകാർക്ക് കള്ളം പറയാൻ പറ്റിയല്ലോ. 5 പൈസ പോലും ഞങ്ങളുടെ ഉണ്ടായിരുന്നമ്മേ. സാക്ഷിയൊക്കെ പറയുന്നത് കേട്ടല്ലോ കരഞ്ഞുകൊണ്ട് എന്നെ. അപ്പം ഈ 1 രൂപ പോലും ഇല്ല. ഞാനും അമ്മയും അച്ഛനും അനിയനും മൂത്തയാളും ഇളയാളും ഞങ്ങൾ മാത്രമാണ് കല്യാണത്തിൻ്റെ കമ്മിറ്റിക്കാർ. ആമേ. വണ്ടി വിളിക്കാൻ പോകുന്നത് ഞങ്ങൾ തന്നെ, ഫുഡിന് കാര്യം ഞങ്ങൾ തന്നെ, കല്യാണം വിളിച്ചതും ഞങ്ങൾ തന്നെ. കൃപയാൽ ഒറ്റ രക്തബന്ധങ്ങൾ ആമേ. കല്യാണം കഴിഞ്ഞ് ശ്രീധരം കൊടുത്ത് കട്ടിലും കൊടുത്ത് ദിവാങ്കോട്ടും കൊടുത്ത് ഫ്രിഡ്ജും കൊടുത്ത് മിച്ചം പൈസ എന്ന് പറഞ്ഞാൽ ഫോണും മേടിച്ച്. ദൈവം ചെയ്ത അങ്ങനെ. ഒറ്റയാഴ്ച നടന്ന കാര്യം പറഞ്ഞു ഞാൻ. ആമേ. എൻ്റെ ദൈവത്തെ നിങ്ങൾ പരിമിതിപ്പെടുത്തി കാണരുത്. വിശ്വസിക്കുക, എന്ത് കർത്താവ് അത്ഭുതം ചെയ്യും. എല്ലാ സാധ്യത അടയപ്പെട്ട് കഴിയുമ്പോഴല്ല ദൈവത്തെ വിളിക്കണ്ടേ. എപ്പോഴും നിങ്ങൾ അത് ഹന്നയുടെ ക്വാളിറ്റി ആയിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായപ്പോഴല്ല അവൾ ആലയത്തിൽ വന്നേ. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഇപ്പം വിടുവിക്കപ്പെട്ട് പോയാൽ പിന്നെ അടുത്ത പഞ്ചായത്തിൽ നോക്കിയാൽ മതി. പിന്നെ പ്രശ്നം ഉണ്ടാകുമ്പോൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ ഓ യേശുവിൻ്റെ നാമത്തിൽ ആമേ. ഇന്ന് അങ്ങനത്തെ കിട്ടെല്ലാം പോട്ടെ. പെർമനൻ്റ് ആയിട്ട് 100 കുടുംബം ഇവിടെ വെളിപ്പെടട്ടെ. 1 2 3 എൻ്റെ അമ്മയും കൂടി 4 പേരെ അമ്മയും പറഞ്ഞുള്ളൂ. ഈ സഭയ്ക്കകത്തൊരു 100 കുടുംബം യേശുവിൻ്റെ നാമത്തിൽ. ആരോട് പറയും? മുക്കൂട്ടറ ഞങ്ങളുടെ അങ്കിളിൻ്റെ ചർച്ചുണ്ട്. അങ്കിൾ ഒറ്റ ഒരാളെ കൊണ്ട് തുടങ്ങിയതാ. ഇന്നിവിടെ 52 കുടുംബമുണ്ട്. ദൈവം അത്രത്തോളം. ഇന്ന് പകൽ പ്രാർത്ഥിച്ചോ, ഈ മാസം തീരുന്നതിന് മുമ്പ് തന്നെ ചില പുതിയ കുടുംബങ്ങൾ സഭയ്ക്കകത്ത് ഉണ്ടാകട്ടെ. പൈസയെക്കുറിച്ചൊന്നും പറയില്ല എന്നാണ് കേരളത്തിൽ ബന്ധക്കോസ്തുകാർ പറഞ്ഞത്. കാരണം മീഡിയ നമ്മളെ എടുത്തിട്ട് അവർ നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. അച്ചാച്ചന്മാർക്കെല്ലാം പൈസ കൊണ്ട് വേറെ ആരും പൈസയെക്കുറിച്ച് എന്ത് ചെയ്യരുത്. ഓ യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ പൈസ ഉണ്ടാകാൻ പോവാ, സമ്പത്ത് വർദ്ധിക്കാൻ പോവാ. കാരണം ഉയർത്തി നല്ലൊരു ആമേൻ. ഹന്നയുടെ ഒരു ഹൈ ക്വാളിറ്റി ആയിരുന്നു. അവൾ എപ്പോഴും ആലയത്തിൽ പോകുന്നുണ്ടേ ഓർത്തോ, നിന്നെ നോക്കി ഒരു ദൈവകരം ചലിക്കപ്പെട്ടിരിക്കും. ആമേ. ഞാൻ പറഞ്ഞത് അതുവഴി പഞ്ചായത്തിൽ കൂടെ എല്ലാം കറങ്ങി നടന്നിട്ട് അവസാനം ഓളി കയറുന്ന കാര്യമല്ല. യേശുവിൻ്റെ നാമത്തിൽ. നമ്മുടെ സ്കൂളിൽ പോയപ്പം ഞങ്ങൾ 3 കൂട്ടുകാർ കൂടിയാണ് പോയി. 10 മണിക്ക് ക്ലാസ് കൊടുക്കും. ഞങ്ങളൊരു 10 10:45 നമ്മൾ ചെല്ലത്തുള്ളൂ. നമ്മൾ ക്ലാസ്സിൽ പോകുന്നതല്ലല്ലോ. ഞങ്ങൾ ക്ലാസ്സിലോട്ട് കാല് വെച്ചോണ്ട് ടീച്ചർ പറഞ്ഞു ഗെറ്റ് ഔട്ട്. സാധാരണ പിള്ളേരെന്നാ പറഞ്ഞു ടീച്ചർ ഞങ്ങൾ അകത്തോട്ട്. ഞങ്ങൾ 3 പേര് പറഞ്ഞു താങ്ക് യു ആട്ടെ. അതുപോലെ പക്ഷെ ഞങ്ങളൊരു വലതുകാല് കയറ്റി വെച്ചിട്ടാണ് പോന്നേ. കാരണം ആരെങ്കിലും ചോദിച്ചാൽ ക്ലാസ്സിൽ പോയെന്ന് കള്ളം പറയാൻ പാടില്ല. ക്ലാസ്സിൽ കയറിയോ? പക്ഷെ ക്ലാസ്സിൽ നമ്മൾ ഇല്ലായിരുന്നു. കയറിയോ? അതുപോലെ ആലയത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. കറങ്ങി വന്ന് കയറി ഒറ്റ പോക്ക. എന്നുവെച്ചാൽ വരാം ഞാൻ വന്നായിരുന്നു പാസ്റ്ററെ. നിന്റെ കാര്യം ഈ കേരളത്തിൽ നല്ല ലോകത്തിൽ ഏത് പാസ്റ്റർ അഴിക്കാൻ നോക്കിയാൽ അഴിയുകയില്ല. ആമേൻ.
പിന്നെ എന്നും ആലയത്തിൽ വന്നിട്ട് വേദന മാറുന്നില്ല. അതിന്റെ ഉത്തരവാണ് നിന്നിൽ നിന്നൊരു ശൗമേല് പുറത്തു വരാൻ പോവുക. സാധാ വിടുതലൊന്നുമില്ല, ഹെവി റേഞ്ചിലൊന്ന്. നമ്മൾ ചെറിയ ബയാറയിലൊക്കെ കയറി പിടിച്ച് ചെറുതായിട്ട് ഷോക്ക് അടിച്ചൊന്ന് പെരുത്ത് കയറി. നമ്മൾ പറഞ്ഞു അതാണ് കറണ്ടിൻ്റെ ശക്തി. നമ്മൾ അത്രേ കണ്ടിട്ടുള്ളൂ. 11 kVയെ കയറി പിടിക്കണം. പിന്നെ പറയാൻ നിങ്ങൾ കാണുകയല്ല, ഞങ്ങളെ കാണുകയുള്ളൂ. ഓ യേശുവിൻ്റെ നാമത്താൽ. അന്നെ കയറി പിടിച്ചത് വേറെയല്ല, 11 kVയാ. അടിച്ചപ്പോൾ അങ്ങനെ ഒന്ന്. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ഹെവി റേഞ്ചിൽ ചിലത് തുറക്കട്ടെ തുറക്കട്ടെ തുറക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. ആലയത്തിൽ നിന്ന് ഇറങ്ങിയ ആൻറ്റിയുടെ മുഖം, ചേച്ചി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ആൻറ്റി തന്നെ വിളിക്കണം. ആലയത്തിൽ നിന്ന് ഇറങ്ങിയ ആൻറ്റിയുടെ മുഖം കാണണം, എന്നാ പ്രസന്നതയാണെന്നറിയോ. ഹന്ന സ്വന്തം മക്കളെ അയലോക്കത്തെ മക്കളെ എല്ലാം വിളിച്ചോണ്ട് വന്നു, ആരെ കളിയാക്കാൻ. മിണ്ടുന്നില്ലല്ലോ. എൻ്റെ ഒരു ചിന്തയാണ്, ഹന്ന ഇങ്ങനെ മിറ്റം തൂക്കുകയെന്ന് വെച്ചോ. ബൈബിളിനകത്തൊന്നും ഇല്ല കേട്ടോ, എൻ്റെ ചിന്തയാണ്. പെണ്ണിനെ വീട്ടിനകത്ത് ഉറങ്ങിക്കിടന്ന കൊച്ചിനെ ഞുള്ളി എഴുന്നേപ്പിച്ച് മുറ്റത്ത് കൊണ്ടുവന്നിട്ട് ആരെ കാണിക്കാനാ പറ. ഏത് 2 വാക്യത്തിൽ മാത്രമേ ഉള്ളൂ പെണ്ണിനെയും പിള്ളേരും. 2 പുസ്തകവും ശൗമേല. ഇന്ന് ആരുടെയോ മീതെ അത് അതുപോലെ. നിങ്ങളാരേലും പെണ്ണിനെ കുറിച്ച് പ്രസംഗം കേട്ടിട്ടുണ്ടോ? പെണ്ണിയുടെ പിള്ളേരെ കുറിച്ച് പ്രസംഗം കേട്ടിട്ടുണ്ടോ? പക്ഷെ എല്ലാ വർഷവും ഒരു 100 വട്ടമെങ്കിലും നമ്മൾ ആരെക്കുറിച്ച് കേൾക്കും? പറ പറ പറ. നിന്നെ കളിയാക്കുന്ന ചിലത് ഫീൽ ഔട്ട് ആയാലും നിന്ന് ഏറ്റെടുത്ത നീ, എൻ്റെ ഭാഷയെ പറഞ്ഞ നിന്ന് കായ്ക്കാൻ പോവാ. നിന്ന് കായ്ക്കാൻ പോവാ. വേറെ ഒരു പ്രവാചകനെ കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ബൈബിളിനകത്ത്. ശൗമേൽ വരുന്നെന്ന് പറയുമ്പോൾ പട്ടണം വിറയ്ക്കും, രാജാക്കന്മാർ വിറയ്ക്കും. ഓട്ടെ, പുള്ളിയുടെ ആ കാലഘട്ടത്തിലാണ് രാജാക്കന്മാർ വാഴിച്ചു തുടങ്ങുന്നേ. ആമേൻ. ചിലതിൻ്റെയൊക്കെ ആരംഭമായി മാറുകയായിരുന്നു ശൗമേൽ. ഈ സഭ, ഈ പട്ടണത്തിൽ ചിലതിൻ്റെയൊക്കെ ഇതൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജായി. നീ, നിന്റെ വീട്, നിന്റെ സഭ, നിന്റെ ശുശ്രൂഷ ചിലതിൻ്റെയൊക്കെ ആരംഭമായി മാറാം. ശൗമേലിനെ വിട്ടേക്ക്, പുള്ളി അഭിഷേകമൊക്കെ ഉള്ള ആളല്ലേ. നമുക്ക് ഹന്നയുടെ അടുക്കലോട്ട് പോവാം. ആൻറ്റി ശനിയാഴ്ച വൈകുന്നേരം എൻ്റെ ചിന്തയാണ്,
റാന്നിയിലോട്ട് സാധനം മേടിക്കാൻ ഇറങ്ങി വരിക. റാന്നിയിലുള്ള എല്ലാവർക്കും അറിയാം ഇത് ആരുടെ അമ്മയാ. കേട്ടില്ല, ആരും കേട്ടില്ല ഞാൻ പറഞ്ഞു. ഷൗമേലിൻ്റെ ഓട്ടോക്കാർ പറയും നീ നന്നാ മതി, ഞങ്ങൾ എന്ത് ചെയ്തോളാം. കാരണം ചെറുക്കൻ്റെ റേഞ്ച് ഇവന്മാർക്കറിയാം. മനസ്സിലായോ? ഞാൻ ഇളക്കാൻ പറയുന്നൊന്നുമല്ല, ഇത് എൻ്റെ അനുഭവവും എനിക്ക് ദൈവം മനസ്സിലാക്കിയ കാര്യമാണ്. ആമേ. ഒരു കല്യാണത്തിന് എന്നാൽ ഹന്നയ്ക്ക് സ്പെഷ്യൽ സീറ്റാ, ഒരു രക്തത്താൽ ചെയ്യാം. ഒരു പ്രാർത്ഥനയ്ക്ക് പോയാൽ ഹന്നയ്ക്ക് സ്പെഷ്യലാ. ഇന്നലെയോ പുറകിലായിരുന്നു. ഇന്നലെ ഈ പട്ടണത്തിലൂടെ പോയപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല എന്ന് പ്രാർത്ഥനാ മുറിയിൽ അവൾ ഒന്നിനെ വഹിച്ചോ. അത് ജനിച്ചു വീണ് മുലകുടി മാറി ആലയത്തിൽ കയറിയപ്പോ ഇത് കേൾക്കുമ്പോൾ വേറെ കുറെ ആൾക്കാർ പറയും യുവമാർക്ക് ഇത് മാത്രമേ ഉള്ളൂ, കർത്താവിനെ അറിഞ്ഞ അങ്ങനൊന്നുമല്ല, നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കണം. ഞങ്ങൾ നിത്യതയെ പോകുന്നവരാ, ഞങ്ങൾ പോകത്തില്ലെന്ന് നിങ്ങളോട് ദൈവം പറഞ്ഞില്ലല്ലോ. യേശുവിൻ്റെ നാമത്തെ ജയം. ആര് പോകും ആര് പോകത്തില്ലെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളിവിടെ എന്നാ ചങ്കം പിരിച്ച് നടന്നാലും പോണോ വേണ്ടെന്ന് ആര് തീരുമാനിക്കും? ഓ, യേശുവിൻ്റെ നാമത്താൽ. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു പാസ്റ്റർ വിമാനം പോകുന്ന ഒച്ച കേട്ടപ്പം മുറിക്കകത്തുനിന്ന് ഇറങ്ങി ഓടി മലയുടെ മുകളിൽ നിന്ന് എന്നെയും കൊണ്ടുപോണേ. കാരണം അദ്ദേഹത്തിന് അത്ര പ്രത്യാശയാണ്, കാഹളം ധ്വനിച്ച മിസ്സാകരുത്. ആമേ. നമ്മളാരേലും ഇരുന്ന് പത്ത് ചീത്ത വിളിക്കുമ്പോഴേക്കും കർത്താവ് കള്ളനെ പോലെ വരുമെന്ന ബൈബിളിലെ വാക്യം. കള്ളനാണെന്നല്ല, കള്ളനെ പോലെ വരും. അതിനർത്ഥം എന്നാ? നമ്മൾ നമ്മൾ ക്രിക്കറ്റ് കളി കൊണ്ടിരിക്കും, കള്ളം വരുമോ? യേശുവിൻ്റെ നാമത്താൽ വരുമോ? നമ്മൾ അറിയത്തുപോലുമില്ല. വന്നിട്ട് പിറ്റേ ദിവസം അറിയത്തുള്ളൂ, എൻ്റെ മാല പോയി. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഓൺ അടിച്ച് എൻ്റെ വീട്ടിൽ ആരും വാതിൽ തുറന്നില്ല. ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോൾ ഞാൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ബാക്കി കേൾക്കാനോർത്തിരിക്കുമ്പം വെളി ലൈറ്റ് ഇട്ടു. അപ്പോൾ ഞാനോർത്ത് ഞാൻ വന്നെന്ന് അറിഞ്ഞ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ലൈറ്റ് ഓഫായി. ഞാനോർത്ത് തന്നെ പരിപാടിയാണ്. ഞാനോർത്ത് ഇനി ഉറങ്ങി, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, നീ കയറിപ്പോര് എന്ന രീതി ഇട്ടിട്ട് പോയതായിരിക്കും. ഞാൻ പോയി വെളിയിൽ ലൈറ്റ് ഇട്ടു, ഹോണിംഗ് ബെല്ല് അടിച്ചു. അപ്പോഴും രണ്ടുപേർ, ആദ്യം ഒരാളുടെ ശബ്ദം, പിന്നെ രണ്ടുപേരുടെ ശബ്ദം കേൾക്കാം. പിന്നെ കുറേ കഴിഞ്ഞ് എന്നെ വിളിച്ച്, നീ എവിടാ? ഞാൻ പറഞ്ഞു വാതൊക്കെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കറുകച്ചാൽ നിൽക്കുക. ഞാനോടത്ത് എന്നെ കണ്ടിട്ട് ചുമ്മാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കറുകച്ചാൽ. പിന്നെ കഥ തുറന്നു. പിറ്റേ ഇന്ന് രാവിലെ ഇറങ്ങേ കുർബാസംഘം വന്നോർത്ത് പേടിച്ചിരിക്കുകയായിരുന്നു. ഓ, രക്തം ചെയ്യാം. കുർബാസംഘം വന്നോർത്ത് രക്തം ചെയ്യും. ആമേ. കുർബാസംഘത്തെ പോലും നമ്മൾ പേടിച്ചിരിക്കുക. അപ്പോൾ കർത്താവ് വരുമ്പോൾ എങ്ങനെ വരും? ആര് പോകുന്ന അന്നേ അറിയത്തുള്ളൂ. കര ഉയർത്തി രാമയും പറഞ്ഞു, ഓരോ ശക്തിയോട് രാമയും പറഞ്ഞു. പ്രാർത്ഥിച്ചാൽ ഒരു പ്രവാചകനെ കിട്ടിയാൽ അവൻ്റെ അമ്മയെ ആദരിക്കും. ഇമാർക്ക് ഇതൊക്കെ പറയാം. എൻ്റെ പൊന്നച്ച, ഞങ്ങൾ കണ്ട കർത്താവ് അങ്ങനെയാ. ആമേ. രണ്ട് കള്ളന്മാർ നടുവിൽ കിടക്കുമ്പോൾ ഒരുത്തനെ കൊണ്ട കർത്താവ് പർദീസയിലോട്ട് പോയേ. ആരെപ്പോൾ എവിടെ പോകുമെന്ന് ആർക്കേ അറിയത്തുള്ളൂ. തമ്മിൽ ആരെയും നമ്മൾ കുറ്റം പറയരുത്. നമ്മൾ തമ്മിൽ ആരെയും വിധിക്കരുത്. ഇപ്പോഴത്തെ സ്ഥിതി കണ്ട അവരൊക്കെ അത്ര ഉള്ളെന്ന് പറയരുത്. ആമേ. നമ്മളെക്കാൾ വേഗത്തിൽ റോക്കറ്റ് വിട്ടതുപോലെ അവർ കയറിപ്പോവും. അപ്പോൾ കുഴപ്പം എന്നാണെന്നറിയോ? ഇന്ന് കളിയാക്കി, പക്ഷെ നാളെ അവരുടെ മുഖത്ത് നോക്കും ഒരു ചമ്മൽ. ആ ചമ്മൽ നാളെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്നും ഒരു അസൂയയില്ലാതെ ഇന്ന് ആരുമില്ല ഇവിടെ. ആമേ. കർത്താവ് ക്രൂശി ഉമ്മുക. ബൈബിൾ പറയും വീണു എഴുന്നേറ്റും. എനിക്ക് ആ ഭാഗമൊക്കെ പറയുമ്പോൾ എൻ്റെ കണ്ണ് പറയുന്നത് വേണ്ട. കർത്താവ് പോകുമ്പം ഒരു കൃഷിപ്പണിക്കാരൻ വയലിൽ നിന്ന് കയറി വരിക, അവൻ്റെ തോളയിലോട്ട് ഈ കുരിശങ്ങ് വെച്ചു. നിങ്ങൾ ഫാസ്റ്റ് ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയും. യേശു കർത്താവിൻ്റെ ക്രൂശീകരണം അത്. ആ വിഷ്വലിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഈ ക്രൂശ് കുറേനക്കാരനായ ശീമോൻ്റെ തോളിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ കർത്താവ് അവനിങ്ങനൊരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ അവനെ കണ്ട നിന്നെയല്ല, നിന്റെ പിള്ളാരെ ഞാൻ ഏറ്റെന്ന്.
നിന്റെ പിള്ളേരുടെ കാര്യം ആണോ? പ്രവചനമാണ്. നിങ്ങൾ രണ്ടുപേരുള്ള ദൂതാണ്. നിങ്ങളുടെ പിള്ളേരുടെ കാര്യം ഇന്നു തൊട്ട് കർത്താവ് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. മരണമാസം നോട്ടും ഭയങ്കര ഇഷ്ടം എനിക്ക്. യേശു കർത്താവ് അവനെ നോക്കിയിട്ട് ദൂത് അതുകൊണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അവനെങ്കിൽ നോക്കിയതേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിന് അലക്സാണ്ടർ റൂഫസ് എവിടെ പോയി? മിണ്ടിയില്ല. ആ രാജ്യത്തിൻ്റെ ടാസ്ക് കളക്ടറായിട്ട് ആര് മാറി? ബൈബിൾ വായിക്കണം, ബൈബിൾ വായിക്കണം. 23 സോറി അച്ഛനെ പറഞ്ഞല്ല കേട്ടോ. ഈ 1-ാം സങ്കീർത്തനം 23 സങ്കീർത്തനം 91 സങ്കീർത്തനം മാത്രമല്ല ബൈബിളിനകത്തോ 66 പുസ്തകം യേശുവിൻ്റെ നാമത്തിൽ. ഇന്നലെ ഒരു കൊച്ചു പഴയ നിയമം ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെ ചുമ്മാ നമ്മൾ സംസാരിക്കുന്ന ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ഇങ്ങനെ പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അടുത്ത് നാളോട് ഞാൻ പറഞ്ഞു ഭീഷണിയാ അവള്, നമുക്ക് ഭീഷണിയാ. എന്നോടുണ്ടോ? ആ പിള്ളേരെ കർത്താവ് ഏറ്റവും ആറ് പിള്ളേരാ ക്രൂശ് വിടന്ന് കൃഷിക്കാരൻ്റെ ചേറിൻ്റെ മണമുള്ളവനാ. ആമേ. വിയർത്ത് ചേറിൽ പണിയെടുത്തവനാ. പക്ഷെ പിള്ളേരെ ദൈവം ചോദിച്ചാ പറയും കൂടിലായിരുന്നു, കൊട്ടാരമാകണമെന്ന് വിചാരിച്ചതല്ല. ശിവന്മാർ ഇത്ര ആയപ്പം കൊട്ടാരം തന്നെ വന്നതാ. നമുക്ക് കൊട്ടാരം കിട്ടി എന്ന് പ്രസംഗിക്കുമ്പം ചില ആൾക്കാർ പറഞ്ഞു കൊട്ടാരം മതി, കൊട്ടാരം. എൻ്റെ അച്ഛൻ കൊട്ടാരം കിട്ടിയത് ആ ക്രൂശ് എടുത്ത് വെച്ചോണ്ടാ. ഇന്ന് എത്ര പേർക്ക് ആ ദൂതിന് ആഴം പിടി. ദൈവത്തിൻ്റെ മൗനതകൾ പോലും ദൂതാ. ദൈവം സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ ഓർത്തോ? ഹെവി ആയിട്ട് എന്തോ നമ്മളെ മാനസികമായി തകർക്കുക എന്നുള്ളതാണ് ആരുടെ പരിപാടി? പിശാചിൻ്റെ. തകർത്ത് അങ്ങേയറ്റം നമ്മൾ തകർന്ന് കിടക്കുമ്പോൾ ഒറ്റ ദൂത് മതി. ഏണിമാമൻ കളിക്കുന്ന പോലെ നമ്മൾ മണ്ട വരും. നിങ്ങൾക്ക് പിടി കിട്ടിയോ? ആമേൻ. എനിക്കറിയത്തില്ല, ഒറ്റ നോട്ടത്തിൽ 2 പിള്ളേരുടെ ലൈഫ് തിരിഞ്ഞെങ്കിൽ ആ രക്തം വഹിച്ച് ആ രക്തത്തിനു വേണ്ടി നിന്ന് നിന്റെ തലമുറയുടെ കാര്യം ഇവിടുത്തെ മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവം. ആമേൻ, ആമേൻ. ഇന്നലെ ആൻറ്റി വന്നപ്പോൾ പുറകിലായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് സ്പെഷ്യൽ ചെയറാ. ആമേൻ. ആൻറ്റി ഇന്നലെ കാണുമ്പോഴത്തേന് ആൾക്കാർ മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഇന്ന് പോകുമ്പോൾ ഒരടി പുറകോട്ട് നിൽക്കും. കാരണം ആരുടെ അമ്മയാ? പറ പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട് കേട്ടോ. ഇന്നില്ലാത്ത മാന്യത നാളെ ഉണ്ടായിരിക്കും. ഒരിക്കലും ഭാഷ ഷാജിയമ്പോൾ ഒരു ഭാഷ പ്രസംഗിച്ച വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പദം. കരയാൻ നിനക്കൊരു കരയുണ്ടെങ്കിൽ ആർപ്പിടാൻ ഒരു മറുകരയുണ്ട്. കരയാനൊരു കരയുണ്ടെങ്കിൽ പറ, ആർപ്പിടാൻ ഒരു മറുകരയുണ്ട്. 2024 നീ കരഞ്ഞതായിരിക്കാം, 25 ആർപ്പിടുന്ന. ഹല്ലേലൂയ. പെനിന്നട പിള്ളേരെ ചരിത്രത്തിൽ കാണാനില്ല, പക്ഷെ കന്നഡ ഇറക്കാൻ 2 പുസ്തകമായിട്ട് നിൽക്കുക. എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ. നിന്റെ പിള്ളേരുടെ പേര് പുസ്തകം ഇറങ്ങുമെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് പാടിയത് വിശ്വസിക്കാനല്ലേ? നമ്മുടെ വിചാരം KV ജോൺസൺ അല്ലെങ്കിൽ പത്തനാപുരത്താരുണ്ടോ പുള്ള പേര് ഞാൻ മറന്നുപോയി, പിന്നെ തിരുവട്ട കൃഷ്ണൻകുട്ടി, ഇവർ മാത്രം പുസ്തകം. നിന്റെ പിള്ളേരുടെ പേരിൽ പുസ്തകം ഇറങ്ങാൻ പോവാ. എനിക്ക് നല്ല ഉറപ്പ് എന്നെ വിളിച്ച പ്രവാചകനായിട്ടാ. ഈ ദൂതാന്ന് എനിക്കറിയാം. നിന്റെ പിള്ളേരുടെ പേരിൽ
പുസ്തകം ഇറങ്ങാൻ പോവാ. കരം ഉയർത്തി ശക്തിയോടെ. ഉഴപ്പിത്തല്ലി പോകുന്നവരോടല്ല ഈ ദൂത്, ആലയം വിട്ടു മാറാത്തവരോടാ. ചർച്ചിൻ്റെ കാര്യത്തിന് എപ്പം വിളിച്ചാലും ഓടി വരുന്നവരോടാ. നിങ്ങൾ ഓർത്ത് എബിപാസ്റ്റർ സഭ അല്ലേ? എബിപാസ്റ്റർ സഭയല്ലേ ഇത്? ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെയാണ്. എബിപാസ്റ്റർ ദൈവോട് ആക്കി വെച്ചേക്കുക. ഇദ്ദേഹത്തിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വാക്ക് പോലെ. വിളിച്ചിട്ട് നീ വന്നില്ല, നീ ആരെ അപമാനിക്കുന്നേ? എല്ലാവരും പോയി. ഉറങ്ങില്ല, ആരും ഉറക്കം നടിക്കരുത്, ഇപ്പം നടിക്കരുത്, പിന്നെ പറ. ആരെ നിന്ദിക്കുന്നേ? കേട്ടില്ല. നമുക്ക് പാസ്റ്റർമാരെന്ന് പറയുമ്പോഴൊക്കെ പുച്ഛമല്ലേ? അവന്മാരൊക്കെ എന്നാ പറയാ, തന്നെ നിന്റെ കാര്യം പോക്കാ. ആമേ. ഇത് ഞാൻ എന്നെക്കുറിച്ച് എന്നെ നിങ്ങൾ അങ്ങനൊന്നും അല്ലേ പറയുന്നത്. പണ്ടൊക്കെ പാസ്റ്റർമാർ വരുമ്പോഴേ നമുക്ക് പേടിയായിരുന്നു. പാസ്റ്റർ അപ്പച്ചൻ, എന്നെ പിള്ളേർ അപ്പച്ചാന്ന് വിളിക്കാൻ ഓടിക്കും ഞാൻ അവര്. പാസ്റ്റർ അപ്പച്ചൻ വരുമ്പോൾ നമുക്ക് ഒരു കല്ലേറ് ദൂരം നമ്മൾ മാറി ഹായ് ബ്രോ എന്നൊക്കെ. പാസ്റ്റർ എന്നെ ഉണ്ട്. അമ്മേ, നല്ലതാ, അഴുക്കാന്നൊന്നുമല്ല, നല്ലതാ. പക്ഷെ ആലയത്തിൻ്റെ കാര്യത്തിന് വിളിച്ചാൽ നീ ഇവിടെ കാണണം. അമ്മേ, പണ്ട് കൂട്ടറ ചർച്ചയിൽ ചേച്ചി സാക്ഷ്യം പറഞ്ഞ, എൻ്റെ ഭർത്താവിന് ജോലി കിട്ടി, ആ ജോലി പോകാൻ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണമെന്ന്. ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന കാര്യമാണോ? ജോലി കിട്ടി, സത്യമല്ലേ അമ്മേ? ഞാൻ കള്ള വിശുദ്ധമൊന്നും പറയത്തില്ല. അവിടെ പ്രാർത്ഥിച്ച എന്നാ മോളെ? അല്ല, ആ ജോലിയുടെ പ്രത്യേകത ഞായറാഴ്ച ആരാധനയ്ക്ക് വരാൻ പറ്റുകയില്ല, അങ്ങനെയുള്ള ജോലി ഞങ്ങൾക്ക് വേണ്ട. എല്ലാവരും പ്രാർത്ഥിച്ച് ജോലി പോയി. 2 ആഴ്ച ചേച്ചി സാക്ഷ്യം പറയും, 2 ആഴ്ചയായിട്ട് ചിരിച്ചോണ്ട്. ആരില്ല അങ്ങനെയൊക്കെ സാക്ഷ്യം, ചിരിച്ചോണ്ട് പറയാ, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിൻ്റെ ജോലി പോയി, പക്ഷേ കഴിഞ്ഞ മാസമൊക്കെ ജീവിച്ചതിനേക്കാൾ അനുഗ്രഹമായിട്ടാണ് ഈ 2. ആമേ. നമ്മുടെ വിചാരമാണ് ലോട്ടറി അടിച്ചാലേ നമ്മൾ ചുമ്മാ. ലോട്ടറിക്കാരൻ രക്ഷപ്പെടുകയല്ല, എടുത്ത നമ്മളും. ആമേ. 65,000 രൂപ ലോട്ടറി അടിച്ച ആൾക്കാരെയൊക്കെ എനിക്കറിയാം. ഒന്നിനും യേശുവിന് ഇന്നൊന്നുമല്ല, 2010, 8, 9, 7, 6 അല്ലേ ആ വർഷമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതാ. 65,000 രൂപ ലോട്ടറി അടിച്ച ആ വ്യക്തിക്ക്. ബീവറേജുകാരൻ രക്ഷപ്പെട്ടതല്ലാതെ. ഈ 65,000 രൂപ ഇന്ന് നമുക്ക് അല്ലേ? 65,000 ആ വർഷമൊക്കെ അല്ല, ആ വർഷമൊക്കെ ഭയങ്കര 2000 എത്രയാ 8 10 ആ വർഷം. ഞങ്ങളുടെ നാട്ടിലെ ചേട്ടൻ കേൾക്കുന്നുണ്ടോ ദൈവത്തിനറിയാം. ആമേൻ. ആ ചേട്ടൻ വേറെ ആരുമില്ല, എൻ്റെ അപ്പനാ. ആമേൻ. ആ ചേട്ടൻ വേറെ ആരുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ മാധവന് പൈസ ഒന്നും അല്ല അല്ലേ? മാധവന് 500 ഒന്നും അന്ന് 500 1000 ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ചെറിയ കൂന ചുരുണ്ടി കിടക്കുക, എല്ലാം 1000 രൂപ. ഇപ്പോൾ ഒരു 500 വേണ്ടി കർത്താവേ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആമേൻ, ആമേൻ. ശക്തിയോട് രാമേൻ പറഞ്ഞേ. അന്ന് എൻ്റെ അമ്മ പൊങ്ങരുത്. എൻ്റെ അമ്മ അന്ന് ആ ദൈവത്തിന് വേണ്ടി നിന്നുകൊണ്ട് ദൈവം ഞങ്ങളെ മാനിച്ചു. ആമേൻ, ആമേൻ. ആ ചേച്ചി പറയുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ ജോലി പോയി ഈ 2 ആഴ്ച ദൈവം ഞങ്ങൾ രാജകീയമായിട്ട്. നമ്മുടെ ചിന്തയാണ് പൈസ ഉണ്ടെങ്കിലേ നമ്മൾ അതിൻ്റെ പുറകെ പോവുക. ഇപ്പം പൈസ കിട്ടിയെന്ന് ഇത് ചുമ്മാതാ, നീ പോകുന്നല്ലാതെ ഒന്നും ചെയ്യല. യേശുവിൻ്റെ നാമത്താൽ ഇരുന്ന് നോക്ക്, നിന്ന് നോക്ക്. അവൻ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന സ്ഥലം പോരാതവൻ. കർണാടക ഒരു മാസ്റ്ററുണ്ട്, ഭാര്യയും പിള്ളേരും മാത്രമുള്ള സഭയ്ക്കകത്ത്. ഒത്തിരി പ്രശ്നം, അടിക്കാനൊക്കെ ആൾക്കാർ വന്നു, കൊല്ലാൻ വന്നു, രാഷ്ട്രീയ പ്രശ്നം, ഭയങ്കര വിഷയം. പക്ഷെ തൻ്റെക്ക് ദൈവം കൊടുത്ത ദർശനത്തിന് വേണ്ടി പുള്ളി അവിടെ നിന്നു. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, സഭയുടെ കെട്ടുപൂട്ടി. ഗ്രാമങ്ങൾ വിടുവിക്കപ്പെടാൻ തുടങ്ങി.
ഒരു നേരം ആഹാരമില്ലാതെ ആ മനുഷ്യൻ കരഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ഒരു നേരം കരഞ്ഞിട്ടുണ്ട്. ഇപ്പം ചെല്ലുന്ന പാസ്റ്റർമാർക്കൊക്കെ ഉണ്ടല്ലോ, ചാക്ക് കണക്കിന് അരി കൊടുത്തു വിടുന്നു. കൊണ്ടുവയ്ക്കൂ. ചോളം, നെല്ല്, അരി കൊണ്ടുവയ്ക്കൂ. ഒരാൾ വെച്ച് തന്നെ ഇങ്ങനെ പാസ്റ്റർ വിളിച്ചോണ്ട് പോകും. വലിയ സ്ഥലം, സഭയാണോ? അല്ല, ഗോഡൗണാണ്. സഭയാണോ ചോദിച്ചാൽ പറയാം അല്ല. നോക്കുമ്പോൾ അരിയും നെല്ലും ഗോതമ്പും ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. ചോളവും എന്നാ പക്ഷേ ദശാംശമാ. എന്നാ കേരളത്തിലെ ആൾക്കാർക്ക് ഇതൊന്നും ദഹിക്കുകയല്ല. വിശ്വസിക്കുന്നതിന് ഏറ്റെടുത്തോണം. എന്താണ്? ദശാംശമാ. ചലിക്കേണ്ട പോലെ ചലിച്ച വരേണ്ടത് വന്നിരിക്കും. ഒരാമയും പറഞ്ഞു. യോസഫെ വീട്ടിൽ നിന്ന് അച്ചാച്ചന്മാർക്കുള്ള ആഹാരം എടുത്തുകൊണ്ട് പോവുക. ശ്രദ്ധിച്ചോണം, ഞാൻ വായിച്ച വാക്യതല്ലെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ദൈവം എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. അച്ചാച്ചന്മാർക്ക് അപ്പം പറഞ്ഞ ആഹാരമല്ല, അപ്പമല്ല, അപ്പൻ പറഞ്ഞ ആഹാരമായിട്ട് പോവുക. ഇവന്മാർ ഒരു നന്ദിയില്ലാത്തവന്മാരെ ചേട്ടന്മാരെല്ലാം. ആമേ. ഇവന്മാരുടെ മനസ്സേ കൊണ്ടുവന്ന ചെറുക്കനെ വസ്ത്രം ഊരി നഗ്നനാക്കി പൊട്ടക്കുഴി ഇട്ടു. ഇവന്മാർ ആ പൊട്ടക്കുഴിയുടെ വാതിലിൽ തന്നെ ഇരുന്ന ആഹാരവും ശിവന്റെ നാമത്താൽ. ഒരു നന്ദിയില്ലാത്തവന്മാരല്ലേ? യോസഫ് മറന്ന് പോട്ടെ, ചേട്ടന്മാരല്ലേ പോട്ടെ, ദൈവം മറന്നില്ല. യോസഫ് സഹോദരനെ കണ്ടപ്പോൾ അവൻ അകത്ത് റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞെന്നാ ബൈബിളിലെ വാക്യം. പൊട്ടിക്കരഞ്ഞെന്നാ പറഞ്ഞ അപ്പൻ, നിങ്ങളുടെ അപ്പൻ ജീവനോടുണ്ടോ എന്നൊക്കെ സഹോദരന്മാർക്ക് പിടികിട്ടില്ല. അച്ഛൻ തടിച്ചു കൊഴുത്ത് സുന്ദരനായി, കവിളൊക്കെ ചാടി, മന്ത്രിയുടെ വസ്ത്രമൊക്കെ ഇട്ടിരിക്കുക. ഇമാർ ചിന്തിച്ചോണം, ഞങ്ങളുടെ അപ്പനെ കുറിച്ച് ഈ പുള്ളിക്ക് എങ്ങനെ ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ നിന്റെ ഷേപ്പ് വരെ മാറും. പാസ്റ്റർമാർക്ക് വണ്ണം വെക്കുന്നത് അമ്മമാരെ വിശ്വാസികളെ ഒരു അടിച്ചു മാറ്റി കഴിക്കുന്നതല്ല. പാസ്സായ കഴിക്കുന്ന ഏത് പച്ചവെള്ളവും വണ്ണം വെച്ചിരിക്കും. നിന്നെ ബ്യൂട്ടിയോടെ നിർത്തുക എന്നുള്ള ദൈവത്തിൻ്റെ വലിയ കാരണയാ. നിന്നെ സുന്ദരനെ സുന്ദരിയാക്കി നിർത്തുക എന്നുള്ള ദൈവത്തിന് എൻ്റെ അപ്പൻ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നോട് പറയും, ഈ ഷർട്ടൊന്നും എനിക്ക് പറ്റിയില്ല, എമ്പളം ഉള്ളത് തന്നെ വേണമെന്ന്. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഈ ഷർട്ടൊന്നും എനിക്ക് പറ്റുകയില്ല, എമ്പളം ഉള്ളത് തന്നെ. ചോദിച്ചോ പറയും, എന്നെ ഇറങ്ങാൻ പാസ്റ്റാ, നിങ്ങൾ എന്നോടുണ്ടോ? അദ്ദേഹത്തിനുള്ള വെളിപ്പാട് കൃപയുള്ളതാണ്. അതേ കൃപയില്ലെന്നല്ല, അഭിഷേകം ഭയങ്കരമായിട്ട് ചലിക്കുന്ന നമുക്ക്. യോസഫ് പൊട്ടിക്കരഞ്ഞ്. നിങ്ങളോർത്ത് യോസഫിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ ആദ്യം എന്തിനാ വന്നേ? ആമേൻ പറയാനും. എന്നതിന്? നീ എന്നെ അവസാനം ഇവനോട് കാണിച്ചേ. അവൻ കൊണ്ടുവന്ന ആഹാരം അവൻ്റെ മുമ്പിലിരുന്ന് പൊട്ടക്കുഴി ഇട്ട് നീ കഴിച്ചതല്ലേ? നീ ഇനി അവനെ കാണുമ്പം കഴിക്കാനൊരു ഇച്ചിരി ധാന്യം തരാവോ എന്ന് അവനോട് നീ ചോദിക്കത്തക്കവണ്ണം. ഏത് നാണയത്തിൽ നിനക്ക് നേരെ പ്രശ്നം ഉണ്ടാക്കിയോ അതേ നാണയത്തിൽ എന്റെ ദൈവം തിരിച്ചടിച്ചിരിക്കും. എന്റെ ദൈവം പ്രതികാരത്തിന്റെ ദൈവമല്ല, പക്ഷെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി. ഈ യോഗം കഴിഞ്ഞ് ഞങ്ങൾ ചെറുപള്ളിക്ക് പോവാ. മാധവന്റെ പിള്ളേർ എങ്ങനെയാവുമെന്ന് ചോദിച്ച ആൾക്കാരുടെ അടുക്കലോട് ഞാൻ മാധവന്റെ മണിക്കുട്ടിയുടെ പിള്ളേർ എങ്ങനെയാവുമെന്ന് ചോദിച്ച നാട്ടിൽ ചേസി കിട്ടിയ പാട്ട്. നമുക്ക് മറുപടി പറയാൻ ഒന്നുമില്ലച്ചാ, പക്ഷെ ഇവൻ മറുപടി പറഞ്ഞു തുടങ്ങിയാൽ ദൂത് 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 കിട്ടിയവരാമേൻ പറഞ്ഞു. പലരോടും മറുപടി പറയാൻ നിന്റെ പക്കൽ ഉത്തരമില്ല, പക്ഷെ ഈ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങും എന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. ആമേൻ ആമേൻ. ചെറുക്കനെ പിടിച്ച് കുടിയിലിട്ട് ഇമ്മാര് ഓർത്ത് ചെറുക്കനെ ഇട്ട് ആരും ചോദിക്കാനൊന്നും
ദൈവത്തിൻ്റെ പ്ലാൻ കണ്ടോണേ. കൊട്ടാരത്തിൻ്റെ അകത്തുനിന്ന് നേരെ അച്ഛൻ കാരാഗൃഹത്തിൽ പോവാ. കൊച്ചുവിനെ കയറുക, നീ എന്നതിനവിടെ നിൽക്കുന്നേ? തിയേറ്ററിലൊക്കെ വന്ന് കഥ തുറന്ന് നോക്കുന്നില്ല, ഇരിക്കാൻ സ്ഥലമുണ്ടോ? അപ്പം ഇനി ആരും കൊച്ചുവിനെ നോക്കണ്ട, യോഗം കഴിഞ്ഞ് എല്ലാവരും കാണിച്ചിട്ട് വിടത്തുള്ളൂ. കൊച്ചുവിനെ എന്നെ ശ്രദ്ധിച്ചാൽ മതി. കാരാഗൃഹത്തിനകത്തോടെ പോയേ. നമ്മുടെ എല്ലാം ചിന്താഗതി കാരാഗ്രഹം പോരാട്ടമാണ്. പക്ഷേ യോസഫിൻ്റെ കൃപയും അഭിഷേകവും ഉപയോഗിച്ചത് കാരാഗ്രഹത്തിൻ്റെ അകത്താണ്. പ്രശ്നമുണ്ട് ഓർത്തും അവിടെ നിൻ്റെ അഭിഷേകം ജ്വലിച്ചിരിക്കും. കൊട്ടാരത്തിൽ കിടന്നവൻ ദൂത് പറഞ്ഞെന്നല്ല, കാരാഗ്രഹത്തിൻ്റെ അകത്തവൻ പ്രവചനത്തെ തുറന്നു. പ്രശ്നങ്ങൾ തകർക്കാനല്ല, പ്രവചനങ്ങളെ തുറക്കാനാണ്. നല്ലൊരു ആമേൻ പറഞ്ഞു. ആ സമയത്ത് വെല്ലോവാ ഈ രൂപേനും മറ്റ് അച്ചാച്ചന്മാരെല്ലാം അവിടെ വരുന്നതെങ്കിൽ അവന്മാരെന്നെ പറയും, നമ്മൾ ജയിച്ചു, അവൻ തോറ്റു അല്ലേ? ഇമാർ വന്നിങ്ങനെ തിരക്കിയോ, ഏതൊക്കെയാലും വന്നുള്ള രാജ്യത്ത് നിന്ന് പോയിട്ടില്ലെന്ന് എൻ്റെ ചിന്ത. കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി അടിച്ച് നിന്ന് കാണും. ഇമാർ ഏതൊക്കെയാലും ആഹാരത്തിന് വന്നതല്ലേ. ചില അങ്ങനെ ആൾക്കാർ നമ്മുടെ ചർച്ച വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇത്രയാളോ ഇവിടെ അതുകൊണ്ട് ചോദിക്കും സ്നേഹത്തോടെ, ഈ പാസ്റ്റർ എത്ര വർഷമായി ചർച്ച തുടങ്ങിയിട്ട്? ഒരു വർഷമായുള്ളൂ. മനസ്സിൻ്റെ അകത്ത് കർത്താവ് ഇന്ന് അങ്ങനെ പറഞ്ഞ എല്ലാ പോരാട്ടം യേശുവിനെ നാത്തി. ഞാനേ പുറകെ വന്നങ്ങോട്ട് കയറി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴേ എനിക്ക് വെളിപ്പെട്ടത് ഇതാ. ഒറ്റ ശ്വാസം ആ ജനലിനകത്തൂടെ പോയെന്ന് ഞാൻ കണ്ടേ. ഒരു കാര്യം ഉറപ്പ്, അസാധാരണമായിട്ട് ഇത് വളരും. ആമേ. ഇപ്പം നിങ്ങളൊന്നുമില്ലാതെ ഇരിക്കുമ്പോഴത്തേനാ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ വന്നെങ്കിൽ, എനിക്കൊക്കെ അന്ന് അറിയാം അവനൊക്കെ ചർച്ച തുടങ്ങിയൊന്നും. ഞാനൊക്കെ അന്നേ പറഞ്ഞു, എൻ്റെ കൂടെ നിന്നാൽ യേശുവിൻ്റെ നാമത്തിൽ. അച്ചാനെ ഉയർത്തി അതേ ദൈവം അച്ഛൻ ഞാനും വിളിക്കുന്നേ. അച്ചാനെ ടിനി ജോർജ് പാസ്റ്റർ, സുരേഷ് ബാബു പാസ്റ്ററിനൊക്കെ ഉപയോഗിച്ച ദൈവത്തെ തന്നെയാണ്. നമ്മുടെ വിളിക്കകത്ത് ഇച്ചിരി ഉടായ്പുണ്ടെന്നേ ഉള്ളൂ, അത് മാറ്റിയാൽ നമ്മൾ അതുപോലെ ഉയരും. ആമേ ആമേ. ചില ആൾക്കാർ നമ്മുടെ കൊണ്ടേ ഒറ്റ യാതന യാതിച്ചോണം ഈ വഴിക്ക്. പിന്നെ കർത്താവേ, ഇന്ന് ഞാൻ അങ്ങനെ 2 ദൂതന്മാരെ ആ കാവലാക്കുക. ആലയത്തിൻ്റെ ദൈവഗതമില്ലാത്ത ഒറ്റ ഒരെണ്ണം, അസൂയ കുശുമ്പോൾ ഒറ്റ ഒരെണ്ണം, ആ വാതിൽ തുറന്ന് അകത്ത് കയറരുത്. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുക. ആമേൻ. ഒരു സങ്കീർത്തന വാക്യമുണ്ടല്ലോ, എന്നാണ് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത്. ഈ ബെന്നി മുക്കൂട്ടർ എന്ന് പറഞ്ഞ പാസ്റ്റർ ഒരിക്കൽ പ്രസംഗിച്ച പ്രസംഗമുണ്ട്. ഈ വാതിൽ കാവൽക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സെക്യൂരിറ്റി അല്ല. അതിൻ്റെ അകത്ത് അച്ചാച്ചന്മാരുടെ പ്രത്യേകത എന്നറിയാവോ? പാവം ചെയ്തിട്ട് ഒരുത്തം കയറിയാൽ നോക്കിയാൽ മതി, അവൻ അടിച്ച് താഴെ പോവും. അതാണ് അകത്ത് ശുശ്രൂഷ ചെയ്യുന്നവരുടെ മേൽ കിടന്ന അഭിഷേകം. അപ്പം വാതിലിൽ നിൽക്കുന്നവൻ്റെ ആഴം നോക്കി. അവനെ കാണുമ്പോഴേ പാവം ചെയ്തവനെ മുട്ടിടിക്കും. കാവൽക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞങ്ങൾ കോട്ടയത്ത് പോയപ്പോൾ തന്നെ സെക്യൂരിറ്റി ഇരുന്ന് ഉറങ്ങുക. ആ പുള്ളി അല്ല. ആ ATM കൗണ്ടർ അടിച്ചുകൊണ്ട് പോയപ്പോലും അദ്ദേഹം അറിയുകയില്ല. അദ്ദേഹത്തെക്കുറിച്ചല്ല ബൈബിൾ പറയുന്നേ. വാതിൽ കാവൽക്കാരനായി ഇരിക്കണമെങ്കിൽ ഒരു അഭിഷേകം വേണം, ഒരു ക്വാളിറ്റി വേണം. ഇവിടുന്ന് നീ അകത്തോട്ട് പോകണമെങ്കിൽ ഇവിടെ കാര്യം തീരുമാനിക്കാൻ പാട്ട് പാടുന്നവരെയൊന്നും നമ്മൾ ബോബനെ നീ നന്നായിട്ട് വർഷിപ്പ് ചെയ്യുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ ദുഃഖം എല്ലാം ഇന്ന് ദൈവം നിന്നെ മാനിച്ച്. ആമേൻ. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിന്നെ ദൈവം ഭയങ്കരമായിട്ട് മാനിക്കട്ടെ. സത്യമായിട്ട് നിനക്ക് പോകാറാകുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മാറെന്ന് പറഞ്ഞു ഇനിയില്ല, പറഞ്ഞില്ലേ ഞാൻ ഇത്രയും പേരെ മുമ്പ്. നമ്മൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് അങ്ങൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. നല്ല ചിക്കൻ കറിയാണ് നല്ലതാണെന്ന് പറയണം. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവൻ ഒട്ടും കൊള്ളുകയില്ലെന്ന് പറയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഫിറോസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്, ഒരു പയ്യനുണ്ട്, അവനോട് എന്നെ ചോദിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ചേച്ചി പറഞ്ഞ ശരി, എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം. മനസ്സിലായവർക്കായി സ്തോത്രം. ഈ പാട്ട് പാടുന്നവരൊന്നും നമ്മൾ വില കുറച്ച് എന്ത് ചെയ്യരുത്. ഓബേദോമിനോട് ചോദിച്ചു എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടെ? ഓബേദോം പറയും, ആലയം പണിതപ്പോഴേ ദാവീദ് ഒരു ഡ്യൂട്ടി കിട്ടു, പ്രസംഗിക്കാനല്ല പ്രവചിക്കാനല്ല,
രാവിലെ വൈകിട്ടും പോയിരുന്ന് പാട്ട് പാടണം. യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പാട്ടാ. പുള്ളി ഇവിടെ പാട്ട് പാടിയും വീടിനകത്ത് കെട്ടുപൊട്ടുക. നിങ്ങൾ എന്നോടുണ്ടോ? എല്ലാം ഒരുമിച്ചുണ്ടെങ്കിലേ സഭയാകത്തുള്ളൂ. കര ഉയർത്തുരാമയും പറഞ്ഞു. ഈ സിസ്റ്റം എല്ലാം മാറാൻ പോവച്ചാ. പുതിയ മൈക്കിംഗ് സിസ്റ്റം മുളമേനി മേടിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ദൈവം ഇപ്പോൾ പ്രവചിച്ച് പറയുന്നു, പുതിയ സിസ്റ്റം വരാൻ പോവാ. പുതിയ കീബോർഡ് ഡ്രം സെറ്റ് നിങ്ങൾക്ക് തരുന്ന ആത്മാവിനെ കാണില്ല. ദൈവം അത് കൈമാറാൻ പോവാ. ഇച്ചിരി കൂടി പ്രസംഗിക്കും. കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുത്തിട്ട് ഒന്നുകൂടി പ്രസംഗിക്കാം. ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കും. ഹല്ലേലൂയ, ആമേൻ. കര ഉയർത്തു രാമേൻ പറഞ്ഞു. യോസഫിൻ്റെ അടുക്കൽ യവന്മാർ, ഇവൻ ഈ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴാ സഹോദരന്മാർ വന്നിരുന്നെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ വാട്സപ്പിലിടും, മറ്റവനെ ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ട്, ഇവിടെ കിടപ്പുണ്ട് കാരാഗൃഹത്തിനകത്ത്, അവൻ്റെ സ്വപ്നം. അന്നേ ഞാൻ പറഞ്ഞു അവൻ കള്ളനാണ്. യേശുവിൻ്റെ നാമത്താൽ ദൈവത്തിൻ്റെ പ്ലാൻ കണ്ടോ? കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ലവന്മാരുടെ നാട്ടിൽ ധാന്യമുണ്ട്, ആഹാരത്തിനൊരു കുഴപ്പവും. മന്ത്രിയായി, അപ്പോഴും അവിടെ കുഴപ്പം ഇല്ല. ഒരിക്കൽ ഒരു ഫറവോൻ സ്വപ്നം കണ്ടു. എങ്ങനെ ഈ സ്വപ്നത്തെ ഡീൽ ചെയ്യണം ചോദിച്ചത് ആരോടാണെന്നറിയാവോ? ഈ സഭ. ഞാനിവിടെ വല്ലപ്പോഴും വന്നു പോകുന്നവനാ. എന്നെക്കാട്ടിലും അധികാരം ഇവിടുത്തെ വിശ്വാസികൾക്കാണ്. ഇവർക്കാർക്കും അങ്ങനൊരു വിശ്വാസമില്ല. അല്ലേ ബിബിൻ ചാൻ? കടമെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് വല്ലതും കൊച്ചവനോട് കുറ്റം പറഞ്ഞ് ഇടിക്കും ഞാൻ. ചാനന്ന് കടമെടുക്കുക ഞാൻ. മറ്റാരെക്കാട്ടിലും ബേബി പാസ്റ്റർ കഴിയുമ്പോൾ ഒരു സാധ്യത ആർക്കുണ്ട്? ബോവനുണ്ടെന്നും സോണിനുണ്ടെന്നും നമ്പിക്കുണ്ടെന്നും പറഞ്ഞാൽ ഇന്നത്തെ ആരാധന കഴിയുമ്പോൾ ഇവന്മാരുടെ ബാനർ വലിച്ചു കിട്ടും. അതെനിക്കറിയാവുന്നതുകൊണ്ട് അവന്മാരുടെ പേര് ഞാൻ പറയാഞ്ഞേ. ആ 3 ദൈവദാസന്മാരുടെ പേര് ഞാൻ അതുകൊണ്ടാണ്. വിമിച്ചാൻ അങ്ങനല്ലേ, ശരി അച്ചടക്കം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉദാഹരണം എടുക്കുക. സുന്ദരനായിട്ടോ താടിയൊക്കെ വെച്ച്. ഇത് കഴിഞ്ഞുള്ള അധികാരം ആർക്കാ? വിംബാസന. ഉദാഹരണമാണേ. എനിക്ക് വേറൊന്നും പറയാനില്ല. നാളെ വിറ്റാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ ഞാനും കൊണ്ടുപോകണ്ട. ബിമിജൻ പുറകെ പോരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അധികാരം സ്ഥാപിച്ച് എങ്ങനെ ഇരിക്കും? നിങ്ങൾ എന്നെ അംഗീകരിക്കൂ? നിങ്ങൾ വിഭാഷയോട് പറയും, ഇനി മേലെ അവനെ ഇങ്ങോട്ട് മന്നവരെ തന്നെ വെച്ച് ബ്ലോക്ക് ചെയ്തേക്കാൻ പറയത്തില്ലേ? പറയുമോ ഇല്ലയോ? ഫറവോൻ ഭരിച്ച രാജ്യത്തെ, ആ രാജ്യത്തെ പിള്ളേർക്ക് മന്ത്രിയാകാനുള്ള യോഗ്യത. അപ്പോഴാണ് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഒരു സ്ത്രീ വിഷയത്തിൻ്റെ അകത്തു പോയി ഒരുത്തൻ അവിടെ മന്ത്രിയായി. ഇത് പിടികിട്ടുന്നുണ്ടോ? ആ നാട്ടിലെ സകല പിള്ളേർ ഇപ്പം ഇവൻ പേടിപ്പിക്കുക. ദൈവം ചെയ്ത അങ്ങനെയാ. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ റാന്നിലുള്ള അതിന് ഞങ്ങൾക്ക് തന്നെ വേണം. ഞങ്ങളെ മന്ത്രിയാക്കിയ ദൈവമാണ്. ആമേൻ. കര ഉയർത്തു രാമേൻ പറഞ്ഞു. മന്ത്രിയായി ക്ഷാമം വെളിപ്പെട്ട് രാജാവ് ചോദിക്കുക, യോസഫെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? യോസഫ് പറയും, അച്ഛാ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ക്ഷാമത്തെ ജയിക്കാം. എന്നിട്ട് പറയും, യോസഫിൻ്റെ കാലത്ത് വളന്നിട്ടും അളവ് നിർത്തിവെച്ചു. അതുപോലെ ധാന്യം കൊണ്ട് യോസഫ് ചിന്തിച്ചു കാണും, ഇത്രയും ധാന്യം എന്തിന്? യോസഫെ വരുന്നതേ ഉള്ളൂ. വടി എടുത്തുള്ള അടി പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ നീ അറിയാത്തൊരു കാര്യം അടുത്ത ദിവസം നീ അറിയും. നിന്റെ സഹോദരന്മാരെ ക്ഷാമത്തിനകത്ത് കിടന്ന് അയ്യം വിളിക്കുക. ഇവിടുന്നൊരു കത്ത് അവിടെ ചെല്ലും, ഇവിടെ ധാന്യമുണ്ട്. ഇവിടെ ആദ്യ ഓമാര് വന്ന ധാന്യത്തിന് വേണ്ടിയാ. അവന് മാത്രമല്ല, ആ കുലത്തിന് മുഴുവൻ ഒരാഹാരം തന്നെ പട്ടിണിക്കിട്ടതാ. അവനിലൂടെയാണ് മിസ്രൈമിന്റെ ധനത്തിന്റെ കെട്ട്. ഈ പട്ടിണി കിടക്കുന്നുണ്ട്, ഓർത്തോ? ചില ധാന്യത്തിന്റെ കെട്ട് നിന്നിലൂടെ ദൈവം പൊട്ടിക്കാൻ. ഹല്ലേലൂയ. കരം ഉയർത്തി ശക്തിയോട് രാമേൻ പറഞ്ഞു. നിന്നെ ഇനിയും ചിലവർ വന്ന് കാണുമ്പോൾ ഒരു രാമേൻ പറ. വന്ന്
ആ പദം ഭയങ്കരമാണ്. വന്ന് കാണുമ്പോൾ നിന്റെ കുപ്പായം മാറും, നിന്റെ പൊസിഷൻ മാറും, നീ ഇരിക്കുന്ന സ്ഥലം മാറും, നീ ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ. എത്ര പേര് രാമയും പറയും? നമുക്ക് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യെശയ്യാവ് പ്രവചിച്ചു പറയുകയാണ്, നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒരായുധം ഫലിക്കത്തില്ല. അടുത്തിരിക്കുന്ന ആളുടെ അസൂയയും പിണക്കവും ഒന്നുമില്ലെങ്കിൽ കൈ കൊടുത്ത് പറ, ഒരായുധവും ഫലിക്കത്തില്ല. പിശാചിൻ്റെ ഒരായുധവും, ഞാൻ ഓർത്ത ആ വാക്യം കേൾക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു ആമയും പറയുമെന്ന ഇടി മുഴങ്ങണം. ആ വാക്യം കേൾക്കുമ്പോൾ ഒരായുധവും ഫലിക്കത്തില്ല. പ്രവാചക കണ്ണു തുറന്ന് പ്രവചിച്ച പ്രവചനമാണ്. നിനക്കു വിരോധമായി. ആരാ നീ? വീണ്ടെടുക്കപ്പെട്ടവർക്ക് വിരോധമായി. ദൂത് കിട്ടിയോ? നിനക്കു വിരോധമായി. ആരാ നീ? വീണ്ടെടുക്കപ്പെട്ട നീ. നിനക്കു വിരോധമായി ഭൂമിയിൽ ഉണ്ടാകുന്ന യാതൊരായുധവും പത്രോസിനോട് ദൈവം പറയുക, പത്രോസെ നീ പാറയാകുന്നു, ഈ പാറമേൽ സഭ പണിയുമെന്നല്ല, ഞാൻ എൻ്റെ, നിങ്ങൾ നല്ലൊരു ആമേൻ പറയണം, ഞാൻ എൻ്റെ സഭ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന്, ഏതിന്? ഞാൻ പണിത എൻ്റെ സഭയെ. നീ ദൈവത്തിൻ്റെയാണ്. നിന്നെ ഇവിടുത്തെ ഒരു പാതാള ഗോപുരങ്ങളും ശക്തികളും ആമേൻ. 2-3 പദങ്ങൾ. ഒന്ന്, നിനക്ക്. ആരാണ് നീ? വീണ്ടെടുപ്പ് പ്രാപിച്ച നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ആയുധങ്ങൾ. രണ്ടാമത്തെ വാക്ക്, ഞാൻ എൻ്റെ. നിന്നെ ഞാൻ എൻ്റെ ആക്കി മാറ്റിയത് എൻ്റെ ശരീരം തന്നാണ്. എൻ്റെ ശരീരം തന്ന് നിന്നെ വീണ്ടെടുത്താൽ നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ആയുധങ്ങളെ കാൽവരിയിൽ ഞാൻ തകർത്തു കളഞ്ഞു. ഊത് കിട്ടിയവരാമേൻ പറഞ്ഞു. പ്രവാചകൻ ആയുധങ്ങളെ കണ്ടു പറഞ്ഞു, ഇതേ ആയുധം ഉണ്ടല്ലോ, ഫലിക്കത്തില്ല. ഒരുത്തൻ വെളിപ്പാടിൽ എഴുതി സകല ആയുധങ്ങളെയും ക്രൂശിൽ അവൻ നിരായുധനാക്കി മാറ്റി. നിങ്ങൾ ദൂതിന്റെ ആഴം പിടികിട്ടുന്നുണ്ടോ? ഇന്ന് നിന്നെ കൊല്ലും, പിടിക്കും, പിച്ചും, വീണ്ടും ആമ എന്നൊക്കെ പറയുന്ന പിശാചിന്റെ കയ്യിൽ ആയുധമില്ല. അവൻ കാൽവറിയിൽ ആയുധത്തെ പിടിച്ചു വാങ്ങി ക്രൂശിൽ അവയുടെ നടുവിൽ ജയോത്സവം. ശുവിന്റെ നാമത്താൽ ആമേൻ, ആമേൻ. നൂറ്റാണ്ടുകൾക്ക് പുറകിൽ പ്രവചിച്ച വചനമാണ്, പ്രവചിച്ച പ്രവചനമാണ്. ഇന്നും അതിൻ്റെ ശോഭ ഒട്ടും കുറയാതെ, ഇന്നിപ്പോഴും അതിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറയാതെ നമുക്ക് വേണ്ടിയ വചനം ചലിച്ചു കൊണ്ടേയിരിക്കുന്നു. ആമേൻ. 54-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ വാക്യം വായിച്ചത്. 53-ാം അധ്യായത്തിൽ പ്രവാചകന്റെ കണ്ണിൽ വെളിപ്പെട്ടു വന്നത്, ആമേൻ, ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. തകരപ്പെട്ട കർത്താവിൻ്റെ വെളിപ്പാടാണ്. ആമേൻ. ഒരുത്തൻ ഉഴവ് ചിലപ്പോൾ കീറി മുറിയുന്ന വെളിപ്പാടാണ്. അത് കണ്ട പ്രവാചക അടുത്ത അധ്യായത്തിൽ എഴുതി, സിയോൻ പുത്രിയേ, നീ ഘോഷിച്ചാനന്ദിക്കുക, അവൻ നിന്നെ വീണ്ടും. ആർക്കോ നിങ്ങൾ യെശയ്യാവ് എടുത്ത് 54 എടുത്ത് വേഗം അതിന് 1-ാമത്തെ വാക്യം വായിച്ചേ.
ആ ആ ആ നിന്റെ കൂടാരത്തിന് സ്ഥലത്തെ ആരോടെ ഈ പറയുന്നേ? വീണ്ടെടുക്കപ്പെട്ടവരോട്. നിന്റെ കൂടാരത്തിന് സ്ഥലത്തെ വിശാലമാക്കുക. ആ ആ ആ ആ നീ ഇടത്തോട്ടും എന്തുകൊണ്ട് ആ വാക്യം അവൾ എഴുതി? തൊട്ടു പുറകിൽ ഒരുത്തൻ നിന്നെ വീണ്ടെടുത്തു. അവന്റെ ശരീരം നന്ന് അവൻ നിന്നെ വീണ്ടെടുത്തു. അധ്യായം വീട്ടിൽ പോയി വായിച്ചാമേൻ പറഞ്ഞോണം. അധ്യായം എഴുതി തീർക്കുന്നതാണ് നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരായുധവും. ഒന്ന് രണ്ട് വാക്യം മാത്രം ഞാൻ പറയുന്നത്. ഈ കൊരിന്ത്യർ ലേഖനം 15:57 വേഗം വായിക്കണം. 1 കൊരിന്ത്യർ 15:57. ആ ആര് മുഖാന്തരമാണ് നമുക്ക് ജയം വെളിപ്പെട്ടെ? പറ. ആയുധം ഫലിക്കത്തില്ലെന്ന് പറഞ്ഞ നീ ജയിച്ചെന്ന് അതിൻ്റെ അർത്ഥം. തന്ത്രങ്ങൾ ഫലിച്ചില്ലെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഞാൻ ജയിച്ചെന്നാണ്. എനിക്ക് വിരോധമായി വെളിപ്പെട്ടതൊന്നും ഫലിച്ചില്ലെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഞാൻ ജയിച്ചെന്നാണ്. എൻ്റെ ജയം സമ്പത്തിലല്ല, യേശു ക്രിസ്തുവിലാണ്. ഉപവാസ പ്രാർത്ഥന വലിയ ജയത്തിൻ്റെ പ്രാർത്ഥനയാണ് കേട്ടോ. ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ നിർത്തുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം. ആര് മുഖാന്തരം? യേശു മരിച്ചാലും ജയം, യേശു അടക്കപ്പെട്ടാലും ജയം, യേശു ഉയർത്തെഴുന്നേറ്റാൽ ജയം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ ആയുധമില്ലെന്നല്ല, പക്ഷെ ജയിക്കത്തില്ല. എന്തുകൊണ്ട് ജയിക്കത്തില്ല? ഒന്ന്, നിന്നെ അവൻ വീണ്ടെടുത്തു. 2, നിന്റെ പ്രാണൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുക. എവിടെ വാക്യം? 1 ശമൂവേലിന്റെ പുസ്തകം 25-ാം അധ്യായം. എടുക്കണ്ട, വീട്ടിൽ പോയി വായിച്ചോണം. അവിടെ ദാവീദിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ പ്രാണൻ ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് ആയുധം ഫലിക്കത്തില്ല? നിന്റെ പ്രാണൻ. പറ. ഒരു അപകടമോ ആക്സിഡന്റോ ഒരു രോഗമോ രോഗശക്തിയോ നിന്നെ കൊല്ലുകയില്ല. കാരണം നിന്റെ പ്രാണൻ എന്റെ ദൈവ കരമടിച്ച ദൂതിനു ആമേൻ പറഞ്ഞു. നിന്റെ പ്രാണൻ എന്റെ ദൈവത്തിന്റെ കരത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ, ഇതെല്ലാം വിശദീകരിച്ച് പറയേണ്ടതാണ്, എന്നാലും നമ്മളുള്ള ദൂത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തുന്നത്. മൂന്നാമത്തെ കാര്യം വിശ്വാസം. സകലത്തിനും മീതെ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുത്തിക്കളയണം. ബൈ ഫെയ്ത്തിന്റെ അകത്ത് സാത്താനിക തന്ത്രങ്ങൾ പരാജയപ്പെട്ടിരിക്കും. ഇത് മനസ്സിൽ എത്ര പേർക്കുണ്ട്? എന്തുകൊണ്ട് അവൻ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു? നമ്മുടെ പ്രാർത്ഥനയെ വലുതായിട്ടും മുടക്കുന്നില്ല, നമ്മുടെ നന്മകളെ വലുതായിട്ടും മുടക്കുന്നില്ല, പക്ഷെ അവൻ വിശ്വാസത്തെ കയറി. എന്തുകൊണ്ട്? അവനറിയാം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് റാന്നിയുടെ മണ്ണിൽ നീ നിന്നാൽ അവൻ്റെ ഒരു തന്ത്രവും